PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടും. മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ ചേരുന്നു. ജീവൻ, PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്ത വകുപ്പുകളിലെ ഒഴിവുകളെ സംബന്ധിച്ച് ദ്രുത പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു മന്ത്രിസഭാ യോഗ തീരുമാനം. എന്തൊക്കെയാണ് മന്ത്രിസഭാ യോഗ തീരുമാന വിശദാംശങ്ങൾ? അജിംഷാദ്, ഏറെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. 70ഓളം റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടി സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികളിൽ ഒരു ചെറുഭാഗം ഇപ്പോൾ സമരവുമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ കേന്ദ്രീകരിക്കുകയും ആ സമരം ചില യുവജന സംഘടനകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് നേഴ്സുമാർ, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർമാർ, LP UP സ്കൂൾ അസിസ്റ്റന്റ് പട്ടിക എന്നിവ അടക്കമുള്ള റാങ്ക് ലിസ്റ്റുകളുടെ പട്ടികയാണ് നീട്ടിയത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിന് ശേഷം മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പുണ്ടാകും. ആ കാര്യത്തിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. എന്നാൽ KSEB മസ്ദൂർ പട്ടിക നീട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. ഡിസംബർ 31-ാം തീയതി കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി പട്ടികയാണ് ഇപ്പോൾ 6 മാസത്തേക്ക് നീട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ചിൽ കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ പട്ടിക 3 മാസത്തെ കൂടി വീണ്ടും നീട്ടും. അങ്ങനെ മൊത്തം 6 മാസത്തേക്ക് ഇപ്പോൾ ആകെ പട്ടികകൾ നീട്ടാനാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിസഭാ യോഗ തീരുമാനത്തിന് അതിന് ശേഷം എന്നോണം ഇപ്പോൾ PSCയുടെ ഒരു അടിയന്തര യോഗം ഇന്ന് വെള്ളിയാഴ്ച ഇവിടെ PSC ആസ്ഥാനത്ത് അടിയന്തര യോഗം ചേരുന്നുണ്ട്. ശനിയാഴ്ചയാണ് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിക്കുക. ഡിസംബർ 31-ന് കാലാവധി അവസാനിക്കുകയാണെങ്കിൽ ചില ഉദ്യോഗാർത്ഥികൾക്ക് ഇനി ഒരിക്കലും ജീവിതത്തിൽ നിയമനമേ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഒരുപാട് പേരുടെ ജീവിത ആരോഗ്യത്തിൽ പ്രയാസത്തിലാവാനുള്ള സാധ്യത മുന്നിലുണ്ട്. അത് ആകെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതും. അജിംഷാദ്, ശരി, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിന്റെ വിശദാംശങ്ങളാണ് ജീവൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. നോട്ട് പിൻവലിക്കൽ 50 ദിനം എത്തുമ്പോഴും പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായി ദില്ലിയിൽ നിർണായക യോഗങ്ങൾ ചേരുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി M സന്തോഷ് ചേരുന്നു. സന്തോഷ്, 50 ദിനം പൂർത്തിയാകുന്നു. പ്രധാനമന്ത്രി പറഞ്ഞിരുന്ന വാക്കാണ്. ഒരുപക്ഷെ പ്രതിസന്ധി ഇന്നും വിപണികളിലും ബാങ്കിലും നാട്ടിലും ഒക്കെ തുടരുന്നു എന്ന് വ്യക്തമാകുന്ന സമയത്താണ് നിർണായകമായ യോഗം കേന്ദ്രത്തിൽ പുരോഗമിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ യോഗ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട്? അജിംഷാദ്, നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ അവസാന തീയതി മറ്റന്നാൾ പൂർത്തിയാവുകയാണ്. നോട്ട് നിരോധനം നിലവിൽ വന്ന ഇന്നത്തേക്ക് 50 ദിവസം പിന്നിടുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലും കറൻസി പ്രതിസന്ധി ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി. മറ്റൊരു കാര്യം, ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ 30-ന് ശേഷം വിശദീകരിക്കുകയും വേണ്ടിവരും. അതിൽ തന്നെ എത്ര പണം കള്ളപ്പണമായി ഉണ്ടായിരുന്ന കള്ളപ്പണം ബാങ്കുകളിലേക്ക് തിരിച്ചെത്തി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. 86% കറൻസികളാണ് ഈ കേന്ദ്ര സർക്കാർ നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി 500,000 രൂപ നോട്ടുകളായി പിൻവലിച്ചത്. ഏതാണ്ട് 15.4 ലക്ഷം കോടി രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചിരുന്നു. ഈ സമയത്തിനിടയ്ക്ക് തന്നെ ഇപ്പോൾ ഇതിന്റെ 90% കറൻസികളും ബാങ്കുകളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതായത് 14 ലക്ഷം കോടി രൂപ തിരിച്ചെത്തി. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കൈവശം ഉണ്ടായിരുന്ന കണക്കുകൾ 3 ലക്ഷം കോടിയോളം രൂപ കള്ളപ്പണമായി കറൻസി രൂപത്തിൽ ഉണ്ട് എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിയുടെ ആ വാദം തെറ്റാണ് എന്ന് തെളിയാൻ പോവുകയാണ്. ഈ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകേണ്ടി വരും. അത് മാത്രമല്ല, ജനങ്ങളെ ദുരിതത്തിലായി ഇത്രയും ദിവസം പിന്നിടുമ്പോൾ 30-ാം തീയതിക്ക് ശേഷവും ഈ പ്രതിസന്ധി തുടർന്നാൽ അത് വലിയ തിരിച്ചടിയാവും. അതുകൊണ്ട് തന്നെ BJP പാർട്ടി തലത്തിലും മന്ത്രിസഭാ തലത്തിലും വലിയ കൂടിയാലോചനകളും ചർച്ചകളും എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം പരിഗണിക്കുന്ന പ്രധാന വിഷയം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓർഡിനൻസ് പുറത്തിറക്കുന്നതാണ്. അതായത് 30-ാം
തീയതിക്ക് ശേഷം 500 രൂപ 1000 രൂപ നോട്ടുകൾ പൂർണ്ണമായും അസാധുവാക്കുക. അതായത് ഇത് കൈവശം വെക്കുന്നത് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായി കണക്കാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഓർഡിനൻസ് പുറത്തിറക്കാനുള്ള ശ്രമം നടക്കുന്നു. അത്തരത്തിലുള്ള ചില ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷ പാർട്ടികളും കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. സർക്കാരിനെതിരായ പ്രതിഷേധം 30-ാം തീയതിക്ക് ശേഷം കൂടുതൽ രൂക്ഷമാക്കുന്നതിനെ സംബന്ധിച്ച ആലോചനയാണ് പ്രതിപക്ഷം നടത്തുന്നത്. അജിൽ, നവംബർ 8-നുള്ള ആ പ്രഖ്യാപനത്തിന്റെ തൊട്ട് പിറ്റേ ദിവസം മുതൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുഴുവൻ വാർത്ത നൽകുന്നു. ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പോകുന്നു. അന്ന് സന്തോഷിന് അവിടെ ഫീൽ ചെയ്ത കാര്യങ്ങൾ, ഒരുപക്ഷെ ATM-ന്റെ മുന്നിലെ ക്യൂ, വിപണികളിലെ പ്രതിസന്ധി, നോട്ട് ക്ഷാമവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർ അനുഭവിക്കുന്നത്, ഒപ്പം ബാങ്കിംഗ് മേഖലയിലെ പ്രതിസന്ധി, ഇതിനൊക്കെ ഈ 50 ദിവസം തികയുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? രാജ്യ തലസ്ഥാനമായ ദില്ലിയിലെ പ്രധാന സ്ഥലങ്ങളിൽ, അതായത് കൊണാട്ട് പ്ലേസ് ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ റിസർവ് ബാങ്കിന്റെ ദില്ലി പ്രാദേശിക കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള ബാങ്കുകൾ, ഇവിടെ പോലും ഇപ്പോഴും നീണ്ട ക്യൂ, അതായത് ഈ ATM-ന് മുന്നിലുള്ള നീണ്ട ക്യൂ ദൃശ്യമാണ്. അതോടൊപ്പം തന്നെ നഗരത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും പണം ലഭ്യമല്ലാത്ത സ്ഥിതിവിശേഷം ഇപ്പോഴും തുടരുന്നു. അതായത് നോട്ട് നിരോധനത്തിന് തൊട്ടടുത്ത ദിവസം ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമാണ്. കാരണം ആവശ്യമായ 86% കറൻസികൾ പിൻവലിച്ചപ്പോൾ അതിനാവശ്യമായ അത്രയും കറൻസികൾ അച്ചടിക്കാൻ ഇതുവരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ ഈ ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് മാറ്റാൻ ഒരു സമൂഹത്തെ മാറ്റുക എന്നുള്ളത് സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഇപ്പോൾ ഈ ഒരു ദൈനംദിന ചെലവുകൾക്കുൾപ്പെടെ പണം കണ്ടെത്താനാകാത്ത പ്രശ്നം, അതോടൊപ്പം തന്നെ വിളവെടുപ്പിന്റെയും ഇപ്പോൾ ഈ ഉത്തരേന്ത്യയിലെ പല ഗ്രാമീണ മേഖലയിലും ഇപ്പോൾ പുതിയ വിത്ത് വിതക്കുന്നത് ഉൾപ്പെടെയുള്ള കാർഷികമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കേണ്ട സമയമാണ്. അതിന് പോലും പണമില്ലാത്ത അവസ്ഥയാണുള്ളത്. എല്ലാ മേഖലയും സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. മറ്റൊന്ന്, ഇനിയാണ് സർക്കാർ നേരിടാൻ പോകുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഇടിവുണ്ടാകും എന്നുള്ളത് റിസർവ് ബാങ്ക് ഉൾപ്പെടെ പ്രവചിച്ചു കഴിഞ്ഞു. സാമ്പത്തിക വിദഗ്ധരും പ്രവചിച്ചു കഴിഞ്ഞു. ഏതായാലും കള്ളപ്പണം തിരിച്ചെത്താതിരിക്കുകയും, അതായത് ഈ 3 ലക്ഷം കോടി എന്ന് പറയുന്ന കള്ളപ്പണം തിരിച്ചെത്താതിരിക്കുകയും ഈ പറയുന്ന സാമ്പത്തിക വളർച്ചയിൽ വലിയ ഇടിവും ഉണ്ടായാൽ അത് കേന്ദ്ര സർക്കാരിന്റെ ഭരണപരമായ ഏറ്റവും വലിയ പരാജയമായി തന്നെ വിലയിരുത്തപ്പെടും. ഇത്തരത്തിൽ പരാജയം പുരോഗമിക്കുമ്പോൾ, ഇത്തരത്തിൽ പരാജയം എന്നത് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ പോലും അംഗീകരിക്കുന്നു എന്ന മാനങ്ങൾ പല വിധത്തിലുമുള്ള പ്രതികരണങ്ങളുടെ ശരീരഭാഷ ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഈവൻ മോഡി പോലും പല വിധത്തിലും അത്തരത്തിൽ വാർത്തകളും എത്തി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിർണായകമായ ചില മന്ത്രിസഭാ യോഗങ്ങൾ ചേരുന്നുണ്ട്. ഇതിൽ ഈ ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പരിഹാര നിർദ്ദേശങ്ങൾ അടിയന്തരമായി നൽകും? നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ 30-ന് ശേഷം അല്ലെങ്കിൽ 31-ന് ശേഷം അസാധുവായ നോട്ടുകൾ കൈവശം വയ്ക്കുന്നത് കുറ്റാർഹമാണ് എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്യുമ്പോൾ ഈ നോട്ട് ക്ഷാമം, കറൻസി ക്ഷാമവുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടികൾക്ക് എന്തൊക്കെ കൂടിയാലോചനകളുടെ സാധ്യതകളാണ് അവിടെ നിന്നും ലഭിക്കുന്നത്? അജിംഷാദ്, കേന്ദ്ര മന്ത്രിസഭാ യോഗം പ്രധാനമായും പരിഗണിക്കുന്നത് ഈ ഓർഡിനൻസ് കാര്യമാണെങ്കിൽ കൂടിയും പ്രതിസന്ധി മറികടക്കാൻ, അതായത് പ്രതിഷേധത്തിൽ നിന്നും, ജനങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ സംബന്ധിച്ച് ആലോചനയുണ്ടാകും. അതിൽ തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രധാനമായും പരിഗണിക്കുക റിസർവ് ബാങ്കുമായി ആവശ്യമായ ആലോചനകൾ നടത്തി കൂടുതൽ പണം ബാങ്കുകളിലേക്ക്, ATM-കളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. അതിന് സാധ്യമാണോ സന്തോഷ്? അതായത് നോട്ട് അച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആ അച്ചടിക്കുന്നത് ശേഖരിക്കാനും അത് വിതരണം ചെയ്യാനും ഉള്ള എഫിഷ്യൻസിയുടെ പ്രശ്നം ഒരുപാട് ഇന്ത്യ അനുഭവിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഏതാണ്ട് അത് അംഗീകരിക്കുന്ന ഘട്ടമാണ് റിസർവ് ബാങ്കിൻ്റെയുമായി ബന്ധപ്പെട്ട വിദഗ്ധരും നൽകുന്നത്. ഈ ഘട്ടത്തിൽ അത്തരം പരിഹാര നിർദ്ദേശങ്ങൾ ഏതൊക്കെ സാധ്യതകളാണ് കേന്ദ്രത്തിന്റെ മുമ്പിൽ? അജിംഷാദ്, അതായത് ഈ പിൻവലിച്ച 86% നോട്ടുകൾ, അതായത് 15.4 ലക്ഷം കോടി രൂപയുടെ കറൻസികൾ പുതിയതായി അച്ചടിക്കാൻ റിസർവ് ബാങ്കിന് സാധിച്ചിട്ടില്ല. റിസർവ് ബാങ്കിന്റെ അച്ചടി ശേഷി വളരെ കുറവാണ്. കാരണം കഴിഞ്ഞ 2 വർഷങ്ങളിൽ റിസർവ് ബാങ്കിന്റെ വാർഷിക റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്ന കാര്യം, അതായത് ആവശ്യപ്പെട്ട അത്രയും കറൻസികൾ അച്ചടിച്ച് നൽകാൻ ഈ രാജ്യത്തെ അച്ചടി കേന്ദ്രങ്ങൾക്ക് സാധിച്ചിട്ടില്ല. 10% മുതൽ 20% വരെ കുറവാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലും ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായും ഈ ഒരു ശരി സന്തോഷ്, സമഗ്രമായ വിവരങ്ങളാണ് സന്തോഷം നൽകി വരുന്നത്. തീർച്ചയായും സന്തോഷിലേക്ക് തന്നെ എത്താം. ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു മാധ്യമങ്ങളോട്, അതിലേക്ക്.
और 20% MSP पे आप बोनस दीजिए, जो उनका अभी पिछले 2 महीने में नुकसान हुआ है। बीपीएल परिवार की हर महिला को आप 25,000 रुपए दीजिए, उनके बैंक में, उनके अकाउंट में आप डालिए। मनरेगा के दिन और दिहाड़ी को आप दुगना कीजिए। और आखिरी बात, जो हमारे छोटे दुकानदार हैं जिनको जबरदस्त चोट लगी है, सेल्स टैक्स और इनकम टैक्स में उनको 50% छूट दीजिए। तो ये हमारी मांगे हैं। प्रधानमंत्री जी को समझाना, प्रधानमंत्री जी को देश को बताना है कि इन्होंने ये जो हमारे लोगों को चोट मारी है, ये जो फाइनेंशियल इंडिपेंडेंस है, आर्थिक इंडिपेंडेंस है, उन्होंने छीना है। इसका कारण क्या था? काले धन की बात की थी। उन्हें बताना है कि काला धन कितना आया। उन्होंने कहा था कि जो लोग स्विस बैंक अकाउंट्स रखे हैं उनके नाम निकालेंगे। स्विस सरकार ने नरेंद्र मोदी जी को लिस्ट दे रखी है सब लोगों की जिनके पास स्विस बैंक अकाउंट है। नरेंद्र मोदी जी यह भी जवाब दे दें कि वो लिस्ट लोकसभा में, राज्यसभा में कब रखेंगे। हम जानना चाहते हैं चोर कौन है, और यह भी समझा दें कि वो इन चोरों को बचा क्यों रहे हैं। आप सबको कांग्रेस फाउंडेशन डे की बहुत बहुत मुबारक। धन्यवाद। थैंक यू। ശരി, രാഹുൽ ഗാന്ധി ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ മാധ്യമങ്ങളെ കണ്ടുള്ള പ്രതികരണം. ഇത്തരത്തിൽ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടിക്രമങ്ങളുടെ വിജയം വ്യക്തമാക്കുന്ന എന്തൊക്കെ കാരണങ്ങളാണ് കേന്ദ്ര സർക്കാരിന് പറയാനുള്ളത് എന്നതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. കോൺഗ്രസ് ചോദിക്കുന്നത് തീർച്ചയായും കറൻസി പിൻവലിച്ചത് മൂലം ജനങ്ങൾക്കുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട 50 ദിവസം ഇന്ന് പൂർത്തിയാവുകയാണ്. ദിവസങ്ങൾക്കകം അടുത്ത ശമ്പള ദിനമെത്തുന്നതോടെ ബാങ്കുകളും ATMകളും വീണ്ടും ആ തിരക്കിലേക്ക് മുങ്ങും. നോട്ട് അസാധുവാക്കൽ നടപടി 50-ാം ദിവസം പിന്നിടുമ്പോഴും രാജ്യത്ത് കറൻസി ക്ഷാമവും അതിന്റെ ഭാഗമായുള്ള ദുരിതങ്ങളും അതിരൂക്ഷമായി തുടരുകയാണ്. ATMകൾക്ക് മുന്നിലുള്ള നീണ്ട വരിക്കും മാറ്റമില്ല. രാജ്യത്തെ ഭൂരിഭാഗം ATMകളും ഇപ്പോഴും കറൻസി രഹിതം തന്നെ. പല ബാങ്കുകളിലും പണവിതരണം റേഷൻ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും തുടരുന്നത്. ദിവസങ്ങൾക്കകം അടുത്ത ശമ്പള ദിനമെത്തുന്നതോടെ ബാങ്കുകളും ATMകളും വീണ്ടും തിരക്കിൽ മുങ്ങും. കള്ളപ്പണവും കള്ളനോട്ടും തടയുന്നതിനായാണ് നടപടിയെന്ന് തുടക്കത്തിൽ അവകാശപ്പെട്ട പ്രധാനമന്ത്രി വളരെ വേഗം ഈ നിലപാട് തിരുത്തുകയാണുണ്ടായത്. കറൻസി രഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിനായാണെന്ന് പിന്നീട് അവകാശപ്പെട്ടു. നവംബർ 8-ന്റെ പ്രഖ്യാപനത്തിൽ കള്ളപ്പണമെന്ന വാക്ക് 18 പ്രാവശ്യം ആവർത്തിച്ച മോദി അന്ന് ഒരിക്കൽ പോലും കറൻസി രഹിത സമ്പദ് വ്യവസ്ഥ എന്ന് ആവർത്തിച്ചിരുന്നില്ല. മാത്രമല്ല, ഡിജിറ്റൽ പണമിടപാടുകളിലേക്ക് നീങ്ങുന്നതിന് ഇത്തരം നടപടിയുടെ ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിനും സർക്കാരിന് മറുപടിയില്ലായിരുന്നു. പിൻവലിച്ച നോട്ടുകൾ വൻതോതിൽ ബാങ്കുകളിലേക്ക് ഒഴുകിയതോടെ കറൻസി രൂപത്തിലുള്ള കള്ളപ്പണം തടയുക എന്ന മോദിയുടെ വാദം പൊളിഞ്ഞു. രാജ്യത്തെ 60% ആളുകൾ ആശ്രയിക്കുന്ന കാർഷിക മേഖലയ്ക്കാണ് നോട്ട് അസാധുവാക്കൽ തിരിച്ചടിയായത്. നല്ല കാലവർഷവും മികച്ച ഖാരിഫ് വിളയും കർഷകരെ ആഹ്ലാദത്തിലാഴ്ത്തിയ ഘട്ടത്തിലാണ് നോട്ട് അസാധുവാക്കൽ. ഇതോടെ ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി ഇടിഞ്ഞു. 80% തൊഴിലവസരമൊരുക്കുന്ന അസംഘടിത മേഖലയും പൂർണ്ണമായി തകർന്നു. തുകൽ, വസ്ത്രം, ആഭരണ നിർമ്മാണം തുടങ്ങിയ മേഖലയിൽ നിർമ്മാണ യൂണിറ്റുകൾ കൂട്ടമായി അടച്ചുപൂട്ടി. ഡൽഹി പോലുള്ള നഗരങ്ങളിൽ നിന്ന് കുടിയേറ്റ തൊഴിലാളികൾ കൂട്ടമായി ജന്മനാട്ടിലേക്ക് മടങ്ങി. മീൻപിടുത്തം, ഗതാഗതം, റിയൽ എസ്റ്റേറ്റ്, തോട്ടം, ടൂറിസം തുടങ്ങിയ മേഖലകളും കടുത്ത പ്രതിസന്ധിയിലാണ്. 50 നാളുകൾക്ക് ശേഷവും കറൻസി ക്ഷാമ ദുരിതം തുടർന്നാൽ ജനം പറയുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഒരുക്കമാണെന്നായിരുന്നു മോദിയുടെ പ്രഖ്യാപനം. താൻ ചെയ്തത് തെറ്റെങ്കിൽ ജീവനോടെ ചുട്ടുകൊന്നോളൂ എന്നുവരെ പറഞ്ഞിരുന്നു. നോട്ട് ക്ഷാമം 50 ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും 10 ലക്ഷം കോടിയോളം മൂല്യമുള്ള കറൻസിയുടെ കുറവാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്. കറൻസി ക്ഷാമം രൂക്ഷമായതോടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ അവതാളത്തിൽ തന്നെ തുടരുകയാണ്. കറൻസികൾ ബാങ്ക് ശാഖകളിൽ എത്തിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ബാങ്ക് ജീവനക്കാരും ആവശ്യപ്പെടുന്നു. പുതുതലമുറ ബാങ്കുകളെ വഴിവിട്ട് സഹായിച്ചതിനെക്കുറിച്ച് CBI അന്വേഷണം വേണമെന്നാണ് SBT എംപ്ലോയീസ് യൂണിയൻസ് സെൻട്രൽ കമ്മിറ്റി ആവശ്യപ്പെട്ടത്.
കറൻസി മുഖാന്തരം 98% ക്രയവിക്രയങ്ങളും നടക്കുന്ന രാജ്യത്ത് 86% കറൻസി പിൻവലിച്ചതിലൂടെ കടുത്ത ക്ഷാമമാണ് ഉണ്ടായിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്ര കണ്ട് പ്രചരിപ്പിച്ചാലും ബാങ്കിന്റെ ശാഖകളിൽ പണമെത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ബുദ്ധിമുട്ട് ബാങ്കിംഗ് മേഖലയിൽ നിലനിൽക്കുമ്പോൾ കേവലം 7% മാത്രം ഡിജിറ്റൽ സാക്ഷരതയുള്ള ഇന്ത്യയിൽ 53% മാത്രമാണ് മൊബൈൽ ഉപഭോക്താക്കൾ. ഇവയെല്ലാം വിസ്മരിച്ച് ഡിജിറ്റൽ ബാങ്കിംഗ് പ്രൊമോട്ട് ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുമെന്നത് വ്യാമോഹമാണ്. നോട്ട് പിൻവലിക്കലിന് ശേഷം ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണെന്ന് SBT എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി KS കൃഷ്ണ പറഞ്ഞു. ബാങ്കിംഗ് മേഖല സ്തംഭനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകളുടെ ജോലി നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വായ്പ കൊടുക്കുകയാണ്. പക്ഷെ നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ വായ്പാ വിതരണം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. പുതുതലമുറ ബാങ്കുകളെ വൻതോതിൽ കേന്ദ്ര സർക്കാർ സഹായിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്നു. ഇത് സംബന്ധിച്ച് CBI അന്വേഷണം വേണമെന്ന് കോട്ടയത്ത് ചേർന്ന SBT എംപ്ലോയീസ് യൂണിയൻ സെൻട്രൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കറൻസി ക്ഷാമമടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഉയർത്തി ജനുവരി 3 രാജ്യവ്യാപകമായി ബാങ്ക് ജീവനക്കാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 33 കേന്ദ്രങ്ങൾ ഉപരോധിക്കും. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കള്ളപ്പണ വിഷയത്തിൽ മോദിയെ കടന്നാക്രമിച്ച് BSP നേതാവ് മായാവതി. നോട്ട് അസാധുവാക്കി ഇതിനുശേഷം BJP അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച പണത്തിന്റെ കണക്ക് പുറത്തുവിടണമെന്നാണ് മായാവതി മോദിയെ വെല്ലുവിളിച്ചത്. നോട്ട് നിരോധനത്തിന് ശേഷം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദില്ലി കരോൾ ബാഗ് ബ്രാഞ്ചിൽ BSP 104 കോടി രൂപ നിക്ഷേപിച്ചെന്ന് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. മായാവതിയുടെ സഹോദരൻ ആനന്ദിന്റെ അക്കൗണ്ടിൽ 1.25 കോടിയും നിക്ഷേപിച്ചതായി കണ്ടെത്തി. BSPയുടേത് കള്ളപ്പണമാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് മായാവതി രംഗത്തെത്തിയത്. ദളിത് വിരുദ്ധ നിലപാടുള്ള BJP തന്നെ താറടിച്ച് കാണിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണെന്ന് മായാവതി ആരോപിച്ചു. BSPയുടെ അക്കൗണ്ടുകളിലുള്ള പണത്തിന് കൃത്യമായ കണക്കുകളുണ്ടെന്നും മായാവതി പറഞ്ഞു. അംഗത്വ വിതരണത്തിലൂടെ പാർട്ടിക്ക് ലഭിച്ച പണമാണ് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. പാർട്ടിക്ക് നിയമാനുസൃതമായി ലഭിച്ച പണം നശിപ്പിച്ചു കളയണമായിരുന്നു എന്നും മായാവതി ചോദിച്ചു. നോട്ട് നിരോധനത്തിന് തൊട്ടു മുൻപും അതിനുശേഷവും BJPയുടെ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച പണത്തിന്റെ കണക്ക് ധൈര്യമുണ്ടെങ്കിൽ മോഡി വെളിപ്പെടുത്തണമെന്നും മായാവതി വെല്ലുവിളിച്ചു. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് BJP വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നതെന്നും മായാവതി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മാവോയിസ്റ്റ് ഭീഷണികൾ ചർച്ച ചെയ്യാനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിൽ പങ്കെടുക്കും. മാവോയിസ്റ്റ് ഭീഷണി എങ്ങനെ നേരിടണമെന്ന് യോഗം ചർച്ച ചെയ്യും. കാൺപൂരിലെ റൂറയ്ക്ക് സമീപം അജ്മീർ സിയാൽദ എക്സ്പ്രസിന്റെ 15 ബോഗികൾ പാളം തെറ്റി. 2 മരണം, 26 പേർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 5:30യോടെയായിരുന്നു അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പല ട്രെയിനുകളും വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ അപകട സ്ഥലത്തെത്തിയതായി റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു അറിയിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെയും റെയിൽവേയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കാൺപൂരിലെ ദെഹത് ജില്ലയിൽ 140-ലേറെ പേരുടെ ജീവനെടുത്ത ഇൻഡോർ പട്ന എക്സ്പ്രസ് അപകടം നടന്ന് 1 മാസം കഴിയുമ്പോഴാണ് വീണ്ടും ഒരു ട്രെയിൻ കൂടി പാളം തെറ്റുന്നത്. ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ടോം ഉഴുന്നാലിന്റെ മോചനത്തിന് ശ്രമിക്കുമെന്ന് മന്ത്രി അറിയിച്ചതായി കർദിനാൾ ആലഞ്ചേരിയും പറഞ്ഞു. To get me released and save my life. I need your help. യമനിൽ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയ മലയാളി പുരോഹിതൻ ഫാദർ ടോം ഉഴുന്നാൽ സഹായത്തിനായി കേഴുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാരും ഫ്രാൻസിസ് മാർപ്പാപ്പയും അടിയന്തരമായി ഇടപെടണമെന്നും ഫാദർ ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. നയതന്ത്ര ഇടപെടലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫാദർ ടോമിന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് മന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു. The information is concerned, video is concerned, we definitely look after and we will do whatever I can do. ഫാദറിന്റെ മോചനത്തിനായി പരിശ്രമിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കർദിനാൾ ജോർജ് ആലഞ്ചേരിയും പറഞ്ഞു. മാക്സിമം സപ്പോർട്ട് അതിനുവേണ്ടി ചെയ്യുമെന്നും പരിശ്രമിക്കുന്നുണ്ടെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു. വത്തിക്കാൻ്റെ ഇടപെടൽ കൊണ്ടല്ല അദ്ദേഹം സൂചിപ്പിക്കുന്ന ഫ്രഞ്ച് വനിതയുടെ വിമോചനവും നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഫ്രഞ്ച് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ചരിത്രം പൊളിച്ചെഴുതി രാജ്യത്തെ പ്രത്യേക രീതിയിൽ വാർത്തെടുക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ മതങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തതാണ് ബീഫ് നിരോധനവും മുത്തലാഖും പോലുള്ള ആചാരങ്ങൾക്ക് കാരണമായതെന്ന് പ്രശസ്ത ചരിത്രകാരി റോമില താപ്പറും പറഞ്ഞു. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ ഭാഗമായുള്ള സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. രാജ്യത്തെ മതനിരപേക്ഷത തകർക്കാൻ RSSും സംഘപരിവാറും ചിട്ടയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വൈവിധ്യപൂർണമായ ഇന്ത്യൻ സംസ്കാരത്തെ ഏകമുഖ ഹൈന്ദവ സംസ്കാരമായി വ്യാഖ്യാനിക്കാനാണ് ശ്രമിക്കുന്നത്. പാഠ്യപദ്ധതിയിൽ പോലും വർഗീയത പടർത്തുന്നത് അപകടകരമാണ്. ചരിത്രത്തെ തിരുത്തി എഴുതുക മാത്രമല്ല, വിദ്യാഭ്യാസ രംഗമാകെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമവും നടക്കുകയാണ്. 77ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആധുനിക ഇന്ത്യയും മതനിരപേക്ഷതയും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സഹവർത്തിത്വവും സമഭാവനയും വളർത്തിയ ഇന്ത്യൻ മതങ്ങളെ യൂറോപ്യൻ സാഹചര്യങ്ങളിൽ വ്യാഖ്യാനിച്ചതാണ് ബീഫ് നിരോധനവും മുത്തലാഖും പോലുള്ള ദുരാചാരങ്ങളിലേക്ക് എത്തിച്ചതെന്ന് പ്രശസ്ത ചരിത്രകാരി റൊമീള താപ്പർ ചടങ്ങിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന 3 ദിവസത്തെ ചരിത്ര കോൺഗ്രസ് നാളെ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. PT കുഞ്ഞുമുഹമ്മദിന്റെ പുതിയ ചിത്രം വിശ്വാസപൂർവ്വം മൻസൂർ ചിത്രീകരണത്തിനൊരുങ്ങുന്നു. റോഷൻ മാത്യു, പ്രയാഗ മാർട്ടിൻ, ഗൗതമി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വെർജിൻ പ്ലസ് മൂവീസിന് വേണ്ടി KV മോഹനാണ് ചിത്രം നിർമ്മിക്കുന്നത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം PT കുഞ്ഞുമുഹമ്മദ് ഒരുക്കുന്ന ചിത്രമാണ് വിശ്വാസപൂർവ്വം മൻസൂർ. വർത്തമാന കാലഘട്ടത്തിലെ പ്രശ്നങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഒരു കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അമ്മയും മകളും വടക്കൻ മലബാറിലെത്തുന്നതും ഒരു വീട് ഇവർക്ക് അഭയം നൽകുന്നതിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. ഇതിനിടെ ഇവർക്ക് അഭയം നൽകിയ ചെറുപ്പക്കാരൻ രാജ്യസ്നേഹം തെളിയിക്കപ്പെടേണ്ട അവസ്ഥയിലെത്തുന്നു. വടക്കൻ മലബാറിലെ ഗ്രാമത്തിലെ കഥയിലൂടെ ദുരിതപൂർണമായ വർത്തമാന കാലഘട്ടം ചിത്രം കൈകാര്യം ചെയ്യുന്നു. വളരെ സമാധാനത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അവരൊന്നും പ്രതീക്ഷിക്കാതെ, അവരൊന്നും ചെയ്യാതെ കടന്നു വരുന്ന ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഒരു ഒഴുക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഈ സിനിമയുടെ പ്രതിവാദ വിഷയം. ശ്വേതാ മേനോൻ, രഞ്ജി പണിക്കർ, VK ശ്രീരാമൻ തുടങ്ങിയവരും ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തുന്നു. ജയകൃഷ്ണൻ കാവലിന്റെ കഥയ്ക്ക് സംഭാഷണവും തിരക്കഥയും ഒരുക്കിയത് PT കുഞ്ഞുമുഹമ്മദ് തന്നെയാണ്. രമേശ് നാരായണന്റേതാണ് സംഗീതം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാർത്തകളിലേക്ക്. സിനിമാ സമരത്തിന് പരിഹാരം തേടി ഇന്ന് വീണ്ടും ചർച്ച. ക്രിസ്മസിന് മലയാളത്തിൽ റിലീസ് ഉണ്ടാകാത്തതിനെ തുടർന്നുണ്ടായ ഭീമൻ നഷ്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൊച്ചിയിൽ യോഗം ചേരുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്കാണ് വിതരണക്കാരുടെയും നിർമ്മാതാക്കളുടെയും സംയുക്ത യോഗം.